നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീനയുടെ അടുത്ത 2 മത്സരങ്ങൾക്കുള്ള പ്രിലിമിനറി സ്ക്വാഡ് കോച്ച് ലയണൽ സ്കലോനി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നപ്പോൾ നിരവധി സർപ്രൈസുകളുണ്ട്, പല മാറ്റങ്ങളുണ്ട്, അപ്രതീക്ഷിത ഇൻക്ലൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സൂപ്പർ താരം പുറത്തുണ്ട്. നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുകയാണ്. അതിനു മുമ്പ് അർജന്റീന അടുത്ത 2 കളികൾ ആർക്കെതിരെയാണെന്ന് നോക്കാം. സെപ്റ്റംബർ 5 പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്ക് വെനിസ്വേലയ്ക്കെതിരെയാണ് ആദ്യ മത്സരം. സെപ്റ്റംബർ 10 പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 ഇക്വഡോറിനെതിരെയാണ് രണ്ടാം മത്സരം. ഓൾറെഡി വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ടീമാണ് അർജന്റീന. അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങളുടെ റിസൾട്ടിന് വലിയ പ്രാധാന്യമില്ല. എങ്കിലും വിജയ തുടർച്ച അതാണ് സ്കലോനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡിൽ നിരവധി മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സർപ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വാഡിൽ ഇപ്പം അദ്ദേഹം ഹോസെ മാനുവൽ ലോപ്പസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പാൽമിറാസിലെ താരം ഹോസെ മാനുവൽ ലോപ്പസ്. നിലവിൽ അദ്ദേഹം മികച്ച പ്രകടനമാണ് ഈ സീസണിൽ പാൽമിറാസിനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 24-കാരനായിട്ടുള്ള താരം 15 ഗോളുകളാണ് 42 മത്സരങ്ങളിൽ നിന്ന് സോഫാർ ദിസ് സീസൺ നടത്തിയിട്ടുള്ളത്. വാലന്റിൻ കസ്റ്റയോനസിന് പകരമാണ് ഇപ്പോൾ അദ്ദേഹം സ്ക്വാഡിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ പല ചേഞ്ചസ് ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, അത് ഹൂലിയോ സോളർ സ്ക്വാഡിലേക്ക് വരുന്ന ബേൺമൗത്തിൻ്റെ താരം. പോർട്ടോയുടെ അലൻ വരേല സ്ക്വാഡിലേക്ക് വന്നിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ക്ലോഡിയോ എച്ച്വേരി ഉണ്ട്. ജിനോവയുടെ വാലന്റിൻ കർബോണി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കഴിഞ്ഞ സ്ക്വാഡിൽ ഇല്ലാത്തവരിപ്പോൾ വന്നതാണ്. വാലന്റിൻ ബാർക്കോ, നിക്കോ ഡൊമിംഗസ്, എൻസോ ഫെർണാണ്ടസ് എന്നിവർ സ്ക്വാഡിലില്ല എന്ന് ശ്രദ്ധിക്കണം. സൂപ്പർ താരമായിട്ടുള്ള എൻസോ സ്ക്വാഡിലില്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ കിട്ടിയ റെഡ് കാർഡ്, കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ കിട്ടിയ റെഡ് കാർഡ്, അതിന് 2 മത്സരങ്ങളിലെ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തത്. വാലന്റിൻ കർബോണി അർജന്റീൻ ദേശീയ ടീമിലേക്ക് ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് ശേഷം തിരികെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലെങ്തി ഇഞ്ചുറി റീഹാബിലിറ്റേഷന് ശേഷം അദ്ദേഹം തിരികെ വരുന്നു. ഏതായാലും മികച്ച പ്രകടനം അദ്ദേഹം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അതുപോലെ തന്നെ ഗോൺസാലോ മൊണ്ടിലും മാർക്കസ് അക്യൂഞ്ഞയും റിവർ പ്ലേറ്റിൻ്റെ താരങ്ങളായിട്ടുള്ള ആ 2 താരങ്ങൾ ഇപ്പോൾ സ്ക്വാഡിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അർജന്റീനയിൽ ലീഗ് കളിക്കുന്ന താരങ്ങളിൽ ഈ 2 പേരാണ് ഇപ്പോൾ സ്കലോനിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഫ്രാങ്കോ മസ്റ്റൻഡൂനോ, റയൽ മാഡ്രിഡിൻ്റെ പുതിയ സ്ട്രൈക്കർ ഫ്രാങ്കോ മസ്റ്റൻഡൂനോ അദ്ദേഹം സ്ക്വാഡിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. പിന്നെ പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽ പെട്ടുവരുമ്പോഴും ലിയോ മെസ്സിയെ സ്ക്വാഡിലേക്ക് വിളിക്കാൻ കോച്ച് മടിച്ചിട്ടില്ല. അപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അർജന്റീനയുടെ സ്ക്വാഡ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. വിശദമായിട്ട് തന്നെ നോക്കാം. സ്ക്വാഡിലുള്ളത് ആസ്റ്റൺ വില്ലയുടെ എമിലിയാനോ മാർട്ടീനസ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ പാലസിൻ്റെ വോൾട്ടർ ബെനീറ്റസ്, ഒളിമ്പിക് മാർസയുടെ ജെറോണിമോ റുള്ളി, ഇവരാണ് ഗോൾ കീപ്പർമാരായിട്ട് സ്ക്വാഡിലുള്ളത്. ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ നായകൻ ക്രിസ്ത്യൻ റൊമേറോ, ബെൻഫിക്കയുടെ നിക്കോളാസ് ഓട്ടമെൻഡി, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നാഹ്വൽ മൊളീന, റിവർ പ്ലേറ്റിൻ്റെ ഗോൺസാലോ മൊണ്ടീൽ, ഒളിമ്പിക് മാർസയുടെ ലിയനാർഡോ ബലേഡി, വിയാറയലിൻ്റെ യുവാൻ ഫോയ്ത്ത്, ഒളിമ്പിക് ലിയോണിൻ്റെ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, റിവർ പ്ലേറ്റിൻ്റെ മാർക്കോസ് അക്യൂഞ്ഞ, AFC ബേൺമൗത്തിൻ്റെ ജൂലിയോ സോളർ, ഒളിമ്പിക് മാർസയുടെ ഫെക്കുൻഡോ മെദീന, ലിവർപൂളിൻ്റെ അലക്സിസ് മാക്കലിസ്റ്റർ, ബയർ ലെവർക്യൂസിൻ്റെ ഇസിക്കിയൽ പെലാസിയോസ്, FC പോർട്ടോയുടെ അലൻ വഴേല, ബൊക്ക ജൂനിയേഴ്സിൻ്റെ ലിയാൻഡ്രോ പെരേഡസ്, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ തിയാഗോ അൽമൈഡ, കോമോയുടെ നിക്കോപാസ്, ഇന്റർ മയാമിയുടെ റോദ്രിഗോ ഡിബോൾ, റയൽ ബെറ്റീസിൻ്റെ ജിയോവാനി ലോച്ചെൽസോ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ക്ലോഡിയോ എച്ച്വേരി, റയൽ മാഡ്രിഡിൻ്റെ ഫ്രാങ്കോ മസ്റ്റൻഡൂനോ, ജിനോവയുടെ വാലന്റിൻ കർബോണി, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹൂലിയാനോ സിബയോണി, ടൈഗ്രസ് UANLിൻ്റെ ആംഹേൽ കൊറയ, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹൂലിയൻ ആൽവാരസ്, യുവന്റസിൻ്റെ നിക്കോളാസ് ഗോൺസാലസ്, ഇന്റർ മയാമിയുടെ ലയണൽ മെസ്സി, ഇന്റർ മിലാൻ്റെ ലൗട്രോ മാർട്ടിനസ്, പാൽമിറാസിൻ്റെ ഹോസെ മാനുവൽ ലോപ്പസ്. ഇതാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. എന്തായാലും മികച്ച സ്ക്വാഡ് തന്നെയാണ്. ചില മാറ്റങ്ങൾക്ക് സ്കലോനി ധീരമായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തു എന്ന് മാത്രം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.